നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് AI ക്യാമറകൾ സ്ഥാപിച്ച് ഗതാഗത നിയമലംഘനങ്ങൾ പിടികൂടുന്ന പദ്ധതിയെ ചൊല്ലി നടന്ന രാഷ്ട്രീയ വിവാദങ്ങൾ ആരും മറക്കാനിടയില്ല. ഇടക്കാലത്ത് AI ക്യാമറയിൽ പിടികൂടിയവർക്ക് നോട്ടീസ് അയക്കുന്നത് ധനപ്രതിസന്ധി മൂലം നിർത്തിവെച്ചതും വാർത്തയായിരുന്നു. പിന്നീട് മന്ദഗതിയിലായിരുന്നു ഈ പദ്ധതി. പക്ഷേ കഴിഞ്ഞ നാളുകളിൽ പലർക്കും നോട്ടീസ് ലഭിച്ചു തുടങ്ങിയതോടെയാണ് സംഗതി എല്ലാവരും ഗൗരവകരമായി എടുത്തു തുടങ്ങിയത്. വിശദാംശങ്ങളിലേക്ക് കടക്കാം. AI ക്യാമറയിൽ ഇതുവരെ 80 ലക്ഷം പേർ കുടുങ്ങിയെന്നാണ് റിപ്പോർട്ട്. ഇതിലെ പിഴയെല്ലാം ലഭിച്ചാൽ സർക്കാർ ഖജനാവിലെത്തുന്നത് 500 കോടിയോളമാണ്. 2023 ജൂലൈ മുതൽ കഴിഞ്ഞ മാസം വരെ ഗതാഗത നിയമ ലംഘനത്തിന് 80 ലക്ഷം പേർക്ക് ചലാൻ അയച്ചു കഴിഞ്ഞു. നിർവഹണ ഏജൻസിയായ കെൽട്രോണിന് കരാർ പ്രകാരം സർക്കാർ നൽകേണ്ട തുക മുടങ്ങിയിരുന്നു. ഇതുമൂലം കെൽട്രോൺ നോട്ടീസ് അയപ്പും നിർത്തിവെച്ചിരുന്നു. എന്നാൽ ധനവകുപ്പ് പണം നൽകി തുടങ്ങിയതോടെ കെൽട്രോൺ ജോലി വീണ്ടും തുടങ്ങി. സർക്കാരിന് വരുമാനം ലഭിച്ചു തുടങ്ങിയത് കണ്ട് മഹാരാഷ്ട്ര സർക്കാരും നാഗ്പൂരിൽ ക്യാമറ സ്ഥാപിക്കുവാൻ കെൽട്രോണിന് ഓർഡർ നൽകിയിരിക്കുകയാണ്. ക്യാമറ, ചെലാൻ അയക്കുക എന്നിവയുടെ ചുമതല കെൽട്രോണിനാണ്. സർക്കാർ 3 മാസം കൂടുമ്പോൾ കെൽട്രോണിന് പണം നൽകണം എന്നാണ് വ്യവസ്ഥ. കഴിഞ്ഞ 4 ക്വാർട്ടറിലും പണം നൽകി കഴിഞ്ഞു. 3 മാസത്തിലൊരിക്കൽ 11.6 കോടിയാണ് സർക്കാർ കെൽട്രോണിന് നൽകുന്നത്. 732 ക്യാമറകൾക്ക് 232 കോടിയായിരുന്നു പദ്ധതി ചെലവ്. ആദ്യം 151 കോടിയായിരുന്ന പദ്ധതി 232 കോടി ആയതാണ് പ്രതിപക്ഷം അഴിമതി ആരോപിച്ച് വിവാദം തുടങ്ങിയത്. AI ക്യാമറകൾ വീണ്ടും സജീവമായതോടെ സീറ്റ് ബെൽറ്റ് ഇടാതെയും ഹെൽമറ്റ് ധരിക്കാതെയും ചുവപ്പ് സിഗ്നൽ അവഗണിക്കുന്നവരെയും പിടികൂടി മൊബൈലുകളിൽ പിഴ മെസ്സേജ് നൽകി തുടങ്ങിയിരിക്കുകയാണ്. 7 ദിവസമാണ് പിഴയടയ്ക്കുവാൻ കാലാവധി നൽകിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അത് കോടതിക്ക് കൈമാറും. നേരത്തെ ഉണ്ടായിരുന്ന ക്യാമറകൾക്കൊപ്പം പുതിയ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ക്യാമറ പിടികൂടില്ലെന്ന് കരുതിയിരിക്കുന്നവർക്കെല്ലാം നോട്ടീസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. SMS ലഭിക്കുമ്പോൾ അതിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കേന്ദ്ര സർക്കാരിൻ്റെ M-പരിവാഹൻ സൈറ്റിലെത്തണം. ചെലാൻ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന OTP കൊടുത്താൽ ഓൺലൈനായി പിഴയടയ്ക്കാം. രസീത് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. നേരിട്ട് RTO ഓഫീസുകളിൽ ചെന്നും പിഴയടയ്ക്കാം. 7 ദിവസം കഴിഞ്ഞാൽ ഇത് വിർച്വൽ കോടതിയിലെത്തും. പക്ഷേ ഇപ്പോഴും മെസ്സേജുകൾ വരുന്നത് വൈകിയായതിനാൽ പലർക്കും കോടതിയിൽ എത്തേണ്ടി വരുന്നു എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. 1 വർഷം 25 ലക്ഷം നോട്ടീസ് അയക്കുവാനായിരുന്നു കെൽട്രോണിന് കരാറിൽ ഉണ്ടായിരുന്ന വ്യവസ്ഥ. എന്നാൽ 50 ലക്ഷത്തിലധികം നിയമലംഘനം നടന്നതോടെ ചെലവായ അധിക തുക ഗതാഗത വകുപ്പ് നൽകിയിരുന്നില്ല. ഇതാണ് നോട്ടീസ് അയക്കുന്നത് നിർത്തിവെക്കുവാൻ കാരണമായത്. എന്നാൽ ഈ തുക ധനവകുപ്പ് നൽകി തുടങ്ങിയതോടെ പദ്ധതി വീണ്ടും സജീവമായി. നോട്ടീസ് ലഭിച്ചതോടെ പിഴ അടയ്ക്കുന്നവരുടെ എണ്ണവും കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് നോട്ടീസ് അയക്കുന്നത് നിർത്തിവെച്ചിരുന്നെങ്കിലും AI ക്യാമറകൾ അപ്പോഴും കണ്ണടച്ചിരുന്നില്ല. ആ സമയത്തും SMS മുഖേന വാഹന ഉടമകൾക്ക് അറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു. സർക്കാരിൽ നിന്ന് പണം ലഭിക്കാതായതോടെ 100 നിയമലംഘനം കണ്ടെത്തുമ്പോൾ 10 മുതൽ 25 വരെ മാത്രമേ പിഴ നേരത്തെ ചുമത്തിയിരുന്നുള്ളൂ. ഈ പിഴത്തുകയിൽ നിന്നാണ് കെൽട്രോണിന് പണം സർക്കാർ നൽകേണ്ടത്. 3 മാസത്തിലൊരിക്കൽ 11.6 കോടിയാണ് സർക്കാർ നൽകേണ്ടത്. 14 കൺട്രോൾ റൂമുകളിൽ 145 ജീവനക്കാരാണ് ഇതിനായി കെൽട്രോൺ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ മാസങ്ങളിൽ 33,000 ചെല്ലാൻ വരെ അയച്ചിരുന്നു. പിന്നീട് അത് 10,000-ന് താഴെയായി മാറി. നിരവധി പരാതികളും ഇതിനിടെ ഉയർന്നിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്ന് പറഞ്ഞ് സ്കൂട്ടർ യാത്രക്കാരന് പിഴ ചുമത്തിയതും തമാശയ്ക്ക് ഇടയാക്കിയിരുന്നു. 2023 നവംബർ 1 മുതൽ 2024 സെപ്റ്റംബർ 30 വരെയുള്ള കണക്കിൽ മാത്രം 400 കോടിയിലധികമാണ് പിഴയായി സർക്കാരിന് ഖജനാവിലെത്തേണ്ടിയിരുന്നത്. വാഹനങ്ങളുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ കേരളം 10ാം സ്ഥാനത്താണ്. പക്ഷേ ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴയിടുന്നതിൽ 2ാം സ്ഥാനത്തുമാണ്. കേരളത്തിൽ ഈ ചെലാൻ സംവിധാനം നടപ്പിലാക്കിയത് 2020 മുതലാണ്. അപ്പോൾ AI ക്യാമറകൾ നോക്കുകുത്തിയല്ല, മറിച്ച് പണി തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം ഏവരും ഓർത്തിരിക്കേണ്ടതാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.